വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. K2 എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മോഡ്യൂൾ 3യുടെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഡെവലപ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്ത്. അതിൽ തന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പ്രോബ്ലം, കോണിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പ്രോബ്ലം പറഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്തു. ദെൻ നമുക്കൊരു പ്രിസത്തിൻ്റെ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ: ഡ്രോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലാറ്ററൽ സർഫസ് ഓഫ് എ റൈറ്റ് റെഗുലർ ഹെക്സഗണൽ പ്രിസം of 25 mm base edge and height 70 mm and moves on its surface from a corner on the base to the diametrically opposite corner of the top face by the shortest distance. Sketch the path of the ant in the elevation. കോണിൽ ചോദിച്ച സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് വേണ്ടത് ഹെക്സാഗണൽ പ്രിസമാണ്. ഓക്കെ, ഒരു ഹെക്സാഗണൽ പ്രിസം ഉണ്ട്. ഹെക്സാഗണൽ പ്രിസത്തിൻ്റെ പറഞ്ഞിരിക്കുന്നത് കോർണർ ഓഫ് ഇറ്റ്സ് ബേസ് ടു ദ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് കോർണർ ഓഫ് ദ ടോപ്പ് ഫേസ്, കോർണർ ഓഫ് ഇറ്റ്സ് ബേസ്. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിൽ എക്സാമ്പിൾ പ്രശ്നം വരയ്ക്കാം. ഒന്നെങ്കിൽ ടോപ്പ് വ്യൂ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ, രണ്ട് ബേസ് എഡ്ജസ് പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന രീതിയിൽ വരയ്ക്കാം. അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലും വരയ്ക്കാം. അതായത് രണ്ട് ബേസ് എഡ്ജസ് എന്ന് പറയുന്നത് പാരലാകുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ബേസ് ഫിഗർ വരയ്ക്കാനായിരിക്കും നല്ലത്. അപ്പോൾ കോർണറിൽ നിന്ന് കോർണറിലേക്ക് മൂവ് ചെയ്യുന്നത് എളുപ്പമായിട്ട് കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫിക്കൽട്ടാണ്. ഈ കോർണറിൽ നിന്ന് മൂവ് ചെയ്ത് ഈ കോർണറിലേക്ക് എത്തുന്ന വരെ വരയ്ക്കണം. അതിനേക്കാളും എന്തുകൊണ്ടും കൺവീനിയൻറ്റ് ഇത് തന്നെയാണ്. ഇതായിരിക്കണം ബേസ് ഫിഗർ. അതായത് എക്സ് ലൈൻ ഇവിടെ വരുന്നു, രണ്ട് ബേസ് എഡ്ജസ് എക്സ് ലൈൻ പാരലായിട്ട് വരുന്ന രീതിയിൽ വരയ്ക്കുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഈ പോയിന്റിൽ നിന്ന് മൂവ് ചെയ്യുന്നു, തിരിച്ച് ഈ പോയിന്റ് അല്ല താഴത്തെ ഒരു കോർണറിൽ നിന്ന് മൂവ് ചെയ്യുന്നു. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇത് ലെഫ്റ്റ് ഹാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോർണറിൽ നിന്ന്, ഇതാണ് ഫ്രണ്ട് വ്യൂ എങ്കിൽ ഈ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു കോർണർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നേരെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോർണറാണ്. ഓക്കെ, ഇതാണ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതുവഴി ട്രാവൽ ചെയ്യുന്നു, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ കോർണറിൽ വന്ന് എൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ബേസ് ഫിഗർ ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോട്ടം ബേസിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നേരെ ട്രാവൽ ചെയ്ത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടോപ്പ് ഫേസ് ഇവിടെ വന്ന് എൻഡ് ചെയ്യും. അതായത് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ വന്ന് എൻഡ് ചെയ്യുന്നതാണ് ഫ്രണ്ട്. അതായത് അധികം ഇവിടെ നിന്നാണ് മൂവ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നു, ഈ ഒരു പോയിന്റിൽ നിന്ന് എൻഡ് ചെയ്യുന്നു. ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ നിന്ന് എൻഡ് ചെയ്യുന്നതായിട്ട് പോകും. ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നു, ഇവിടെ വന്ന് എൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റ് ബേസ് ഫിഗർ വരയ്ക്കണം, ദെൻ ഹെക്സാഗണൽ പ്രിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കണം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നേരെ ബേസ് ഫിഗറിലേക്ക് പോകും. ഫസ്റ്റ് ഡെഫിനറ്റ്ലി എക്സ് ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എക്സ് ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് ബേസ് എന്ന് പറയുന്നത് 25 mm ആണ്. ബേസ് 25 mm എടുക്കാം. എക്സാം വരയ്ക്കുമ്പോൾ നമ്മൾ സർക്കിൾ വരച്ചിട്ട് വരയ്ക്കുന്നതായിരിക്കും കുറച്ച് എളുപ്പം. നിങ്ങളുടെ കംഫർട്ട് നോക്കി വരയ്ക്കുക. 25 mm റേഡിയസ് ഉള്ളൊരു സർക്കിൾ എടുത്തു. എങ്ങനെ വരയ്ക്കുന്നതെന്നൊക്കെ നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, കൊണ്ടാണ് പറയാത്തത്. ഓക്കെ, ഡയമീറ്റർ സെലക്ട് ചെയ്യുന്നു. ബേസ് ഫിഗറിൻ്റെ പൊസിഷൻ എങ്ങനെയാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഏത് ഡയമീറ്റർ എടുക്കണം എന്ന് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഹെക്സാഗൺ പോയിൻറ്റ്സ് എല്ലാം കിട്ടി. ഇവിടെ നമുക്ക് ഡാർക്കായിട്ട് തന്നെ ജോയിൻ ചെയ്യാം, കാരണം സെക്ഷനൊന്നും ഇല്ല, ഡോട്ടറൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഫസ്റ്റിലെ തന്നെ ഡാർക്കായിട്ട് തന്നെ ജോയിൻ ചെയ്ത് പോവാം. സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലൈറ്റായിട്ട് ജോയിൻ ചെയ്യുന്നതാണ് എളുപ്പം, കാരണം നമുക്ക് ഡോട്ടർ ലൈൻസ് ഒക്കെ വരയ്ക്കേണ്ടതാണ്. ഇവിടെ ഒന്നുമില്ല, അപ്പോൾ നമ്മൾ നേരെ ഡാർക്കായിട്ട് ജോയിൻ ചെയ്തു. ഈ ലൈൻസൊക്കെ തിൻ ലൈൻസാണ്, കാരണം അത് ഇമാജിനറി ലൈൻസാണ്.
ടോപ്പ് കംപ്ലീറ്റ് ആയി. നേരെ ഫ്രണ്ട് വ്യൂയിലേക്ക് പോവാം. ആക്സിസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 70 mm ആണ്. ഓക്കെ, 70 mm ഹൈറ്റ് മാർക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് വേണ്ട ബേസ് വയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെയിമിങ് കൂടെ ചെയ്യാം. ഓക്കെ, നെയിമിങ് നമ്മൾ ശ്രദ്ധിക്കാതെ മാർക്ക് ചെയ്ത് പോയി. ഇവിടെ പോയിൻറ്റ്സ് ഇല്ല. എപ്പോഴും ചെയ്യുന്ന പോലെ അങ്ങ് മാർക്ക് ചെയ്ത് പോയതാണ്. അങ്ങനൊന്നും തെറ്റിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമുക്കറിയാം ഡെവലപ്മെൻറ്റ് വരയ്ക്കുക എന്നുള്ളതാണ്. പാരലൽ ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നേരെ സൈഡിന് നേരെ സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരയ്ക്കാം. 25x6 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും നോക്കുക. അത്രയാണ് ടോട്ടൽ ലെങ്ത് വേണ്ടത്. ഓക്കെ, 110 mm മതി ടോട്ടൽ ലെങ്ത്. എന്തായാലും നമുക്ക് കിട്ടും. 110 അല്ല, 150. 25 into 4 എന്ന് പറയുമ്പോൾ 100, then 50. ഓക്കെ, 150 ലെങ്ത് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കണം. ഓക്കെ, നമുക്ക് ഇതിന് ക്ലോസ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് 15 സെൻറ്റിമീറ്റർ 150 mm ലെങ്ത് വേണം നമുക്ക്. ഓക്കെ, 150 mm എന്ന് പറയുമ്പോൾ ഇവിടെ വരെ വരും. ഇപ്പോൾ നമ്മൾ അവിടെ വരെയാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് വരിക. പോയിൻ്റിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ, then സെയിം ഹൈറ്റ് നമുക്ക് ഒരു 25 mm ഡിവിഷൻസ് കൊടുക്കണം. 25. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എയിൽ നിന്ന് തന്നെ ആയിരിക്കണം. നെയിമിങ്ങൊക്കെ നമ്മൾ നേരത്തെ ഡെവലപ്മെൻറ്റ് ഓർഗനൈസർ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം AP എന്നുള്ള ലൈനിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നത്. നമുക്കിനി ഏത് പോയിന്റിൽ തൊട്ട് ഏത് പോയിന്റ് വരെയാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് അറിയേണ്ടത്. നമുക്കറിയാം ഇവിടെ മൂവ് ചെയ്യുന്നത് P തൊട്ട് A വരെയാണ്. P തൊട്ട് A വരെ അല്ല, P തൊട്ട് D വരെ.
ബോട്ടം ബേസിലെ കോണിൽ നിന്ന് ഡയമട്രിക്കലി ഓപ്പോസിറ്റ് കോൺ. അപ്പോൾ പി തൊട്ട് ഡി വരെയാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ പി തൊട്ട് ഡി വരെ നമുക്ക് നേരത്തെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, എപ്പോഴും ഏത് പോയിന്റ് തൊട്ടും ഈ രണ്ട് എൻഡ് പോയിന്റ്സും ഫിക്സ് ചെയ്താൽ ആ രണ്ട് എൻഡ് പോയിന്റ്സിനും ജോയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. നമ്മൾ പി തൊട്ട് ഡി വരെയാണ് മൂവ് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാക്കണം. പി തൊട്ട് ഡയമട്രിക്കലി ഓപ്പോസിറ്റ് കോൺ എന്ന് പറയുമ്പോൾ ഡി ആണ് വരിക. പി തൊട്ട് ഡി വരെ മൂവ് ചെയ്യണം. ദെൻ വേണമെങ്കിൽ നമുക്കൊരു ഡോട്ടോടെ കാണിക്കണം നിർബന്ധമില്ല. ഇത് വേണമെങ്കിൽ കാണിച്ചാൽ മതി, കാരണം പോയിന്റ്സ് നമുക്ക് ലിറ്ററലി ആവശ്യമില്ലാത്ത പോയിന്റ്സാണ്. ചിലർ ഇവിടെ ഡോട്ട് കാണിച്ചിട്ട് ഇവിടെ കാണിക്കാറുണ്ട്, അതായത് ഇവിടെ ഡാർക്കായിട്ട് കാണിക്കാറുണ്ട്. ഓക്കെ, അതിപ്പം പ്രശ്നമില്ല. നമ്മൾ ഇപ്പോൾ പിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഡിന്ന് എൻഡ് ചെയ്യുന്നുള്ള രീതിയിൽ പി തൊട്ട് ഡി വരെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ദെൻ ഈ ഡോട്ട് വേണമെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 1 2 3 4 5 6 7 പാരലൽ ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതുകൊണ്ട് ഡയറക്റ്റ്ലി ഈസിലി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഡെവലപ്മെൻറ്റിലെ പോയിന്റ്സ് ഒക്കെ തിരിച്ച് ഫ്രണ്ട് വ്യൂയിലേക്ക്. ഓക്കെ, അപ്പം 1 എന്നുള്ള പോയിന്റ് എന്തായാലും പിയിലാണ്, അതുപോലെ 4 എന്നുള്ള പോയിന്റ് ഡിയിലുമാണ്. അതിൽ ചേഞ്ച് ഒന്നുമില്ല. ഈ 2 6 ഒക്കെ സെയിം ലൈനിലായിരിക്കും വരിക. അത് നമുക്ക് വേണമെങ്കിൽ വരച്ചിക്കാം. ഈ 2 6 നമ്മൾ എടുത്തില്ല, 2 ഡയറക്റ്റ്ലി വരച്ചാൽ മതി. 2 എന്ന് പറയുന്നത് ബി ക്യൂ ലൈനാണ്. അപ്പോൾ നേരെ ബി ക്യൂയിലേക്ക് വരയ്ക്കുക, പോയിൻ്റാണ് 2. ദെൻ 3 എന്ന് പറയുന്നത് സി ആർ ലൈനാണ്, സി ആറിലേക്ക് വരയ്ക്കണം. 3 and 4. ഈ പോയിന്റ്സ് എല്ലാം കിട്ടി. വേണമെങ്കിൽ ഇവിടെ 6 വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം, വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. 1 2 3 4 ഇൻ 2ൻ്റെ ബാക്കിൽ 6, 3യുടെ ബാക്കിൽ 5, ദെൻ 4 അങ്ങനെ വേണം മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട പോയിന്റ്സ് എല്ലാം കിട്ടി. ഞാൻ പോയിന്റ്സ് എല്ലാം ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് വേണം ജോയിൻ ചെയ്യാൻ. സിലിണ്ടർ കോണിനും മാത്രമാണ് കേർവ്ഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പം 3 ലൈൻസും ജോയിൻ ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂവിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ആയി. ഇവിടെ നമുക്ക് ടോപ്പ് വ്യൂവിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഒന്നും ചോദിച്ചിട്ടില്ല, കാരണം ടോപ്പിൽ കാണാൻ പറ്റില്ല. അതൊട്ട് ഡി വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രം വരയ്ക്കാനേ പറ്റൂ, അല്ലാതെ ഡിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ടോപ്പ് വ്യൂവിലൊന്നും ചോദിച്ചിട്ടില്ല. എലവേഷനിൽ പാത്ത് ഓഫ് ആൻഡ് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് എലവേഷനിലെ പാത്ത് ഓഫ് ആൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു അര മാർക്ക് കൊടുത്തിട്ട് പാത്ത് ഓഫ് ആൻഡ് എന്നും കൂടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുമ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നമ്മൾ ഹെക്സാമ പ്രിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വരച്ചു. ദെൻ അവർ പറഞ്ഞ കണ്ടീഷനിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ ഡയഗ്രാമിൽ മാർക്ക് ചെയ്തു, അത് ഡയറക്റ്റ്ലി തിരിച്ച് എലവേഷനിൽ മാർക്ക് ചെയ്തു. പാത്ത് ഓഫ് ആൻഡ് വേണം ഇവിടുന്ന് ആരോ മാർക്ക് കൊടുക്കാം. എന്നും ആണ് പാത്ത് ഓഫ് ആൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പാത്ത് ഓഫ് ആൻഡ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇതോടെ ചെയ്യുമ്പോൾ മൊഡ്യൂൾ 4 എറൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. നമുക്കറിയാം മൊഡ്യൂൾ 4 ഓർ ക്വസ്റ്റ്യൻ വരിക. ഫസ്റ്റ് സെക്ഷനിൽ നിന്നൊരു ക്വസ്റ്റ്യനും ദെൻ ഡെവലപ്മെൻറ്റിൽ നിന്നൊരു ക്വസ്റ്റ്യനാണ്. സെക്ഷനിൽ സ്കിപ്പ് ചെയ്ത ചെറിയൊരു പോർഷൻ ഉണ്ട്, ട്രൂ ഷേപ്പ് ഗിവൺ ആയിട്ടുള്ള പ്രോബ്ലം. സമയമില്ലാത്തതാണ് സ്കിപ്പ് ചെയ്തത്, പിന്നെ അത് ചോദിച്ച് കാണാറുമില്ല അങ്ങനെ. ഓക്കെ, അതായത് നമ്മളിപ്പം സെക്ഷൻ എടുത്ത് നമ്മുടെ സെക്ഷൻ ബ്ലൈൻഡ് ഇംഗ്ലീഷിനൊക്കെ പറയുന്നതിന് പകരം സെക്ഷൻ്റെ സർഫസിൻ്റെ ട്രൂ ഷേപ്പ് പറയും. അതായത് അതിൻ്റെ ഫൈനൽ ഷേപ്പ് എന്താണ്, റെഗുലർ ഹെക്സഗൺ, ഐസോസെലസ് ട്രയാങ്കിൾ, അങ്ങനെ എന്തെങ്കിലും ഒരു ഷേപ്പ് പറയാം. റെഗുലർ സ്ക്വയറോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. റെഗുലർ സ്ക്വയർ. ഓക്കെ, ആ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ സെക്ഷൻ പ്ലേ തിരിച്ച് ലൊക്കേറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാം. പിന്നെ എന്തായാലും ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാം, കാരണം അതങ്ങനെ ചോദിച്ച് കാണാറില്ല. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ സ്പെഷ്യലായിട്ട് ചെയ്യാം. അപ്പോൾ മൊഡ്യൂൾ 3 ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. താങ്ക് യു.